ഇഷ്ടമാണ് നവ്യ ചേച്ചി. കണ്ട ആദ്യം എന്തായിരിക്കും പറയുന്നത്? അവർ വരുമെന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുകയാണല്ലോ നവ്യ ചേച്ചിയുടെ ഡാൻസ് കളിച്ചിട്ട്. അപ്പം ഒന്ന് സ്വയമേ പരിചയപ്പെടുത്തുമോ? എല്ലാവരും നവ്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്ന് സ്വയമേ പരിചയപ്പെടുത്താമോ? ശരിക്കും എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാനൊരു ഡാൻസറാണ്. 6 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. കുറേ നാളായിട്ട് ഈ ഫീൽഡുള്ളതുകൊണ്ട് തന്നെ കുറേ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യണത് ജെറി ഡാൻസ് ക്രൂവിലാണ്. അപ്പോൾ ഇത് പക്ഷേ ഒരു വഴിത്തിരിവ് പോലെ ആയിപ്പോയി. ആദ്യമായിട്ട് ഇങ്ങനൊരു വൈറലായ ഒരു വീഡിയോ ഇറങ്ങുന്നു. നമ്മൾ പോലും ശ്രദ്ധിക്കണില്ല എനിക്ക് അങ്ങനെ ഒരു ചായ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ നാട് പാലക്കാടാണ്. ഞാനിവിടെ 9 വർഷമായിട്ട് സ്റ്റേ ആണ്. എറണാകുളത്താണ്. അത്രയ്ക്ക് ആയിട്ടില്ല. എന്നാലും ഇന്നിപ്പോൾ 2 പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഒരു സന്തോഷമുണ്ട്. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് അത്ര കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ ഇത്തവണയാണ് എല്ലാവരും ഇത്രയും പേര് പറയുമ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നവ്യ ചേച്ചിനെ. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നവ്യ ചേച്ചിയുടെ കൂടെ ഒരു ഷൂട്ട് പണ്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഞാൻ കണ്ടില്ല. അറിയാൻ പാടില്ല. എന്തോ എവിടെയോ ഒരു സാമ്യം തോന്നി എന്നല്ലാതെ എനിക്കതിലൊന്നും. നവ്യ ചേച്ചി പറയണത് ആ ഒരു പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ആക്ട്രസ് ആണ്. ഞാൻ പറയണ ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്. പക്ഷെ എന്തോ ഒരു രീതിയിൽ സാമ്യം തോന്നി. അതല്ലാതെ എനിക്കതിൽ അപ്പുറം ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഒരുപാട് നായകന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു നായിക ആരാണ്? എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം നവ്യ ചേച്ചിനെയാണ്. അതുകൊണ്ടാണ് ഡാൻസിലോട്ട് വന്നത്? അത് നവ്യ ചേച്ചി ഡാൻസ് കളിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു ക്രേസ് തോന്നിയിട്ടാണോ ഇതിലോട്ട് എത്തി? എനിക്കൊരു ചെറുതായിട്ടൊരു ക്രേസ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ അതൊരു ഇതാണല്ലോ, നമുക്കൊരു എന്താ പറയുക, കളിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നവ്യ ചേച്ചി നേരിട്ട് കാണണമെന്നുണ്ടോ? കണ്ടാൽ സന്തോഷമായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരാൻ പോകണമെന്ന് വെച്ചാൽ പുള്ളിക്കാരി എൻ്റെ ഇതൊക്കെ കണ്ട് എന്നൊന്ന് അറിഞ്ഞൊരു ലൈക്കോ ഒരു കമൻറ്റോ എന്തെങ്കിലും തന്നെങ്കിൽ ഹാപ്പിയാണ്. നവ്യ ചേച്ചി കണ്ട ആദ്യം എന്തായിരിക്കും പറയുന്നത്? എനിക്കറിയില്ല ആ സമയത്ത് എന്ത് പറയുമെന്ന് എനിക്ക് പറയാനത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജെറി ഡാൻസ് ക്രൂവിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ജെറി ചേട്ടൻ്റെ ഫ്രണ്ടാണ് ബിജു ചേട്ടൻ ത്രൂ ആണ് നമുക്ക് ഈ വർക്ക് കിട്ടുന്നത്. നമുക്ക് തലേ ദിവസമാണ് ഈ വർക്ക് കിട്ടുന്നത്. പെട്ടെന്ന് ഒരു ട്രിബ്യൂട്ട് വേണമെന്ന് പറഞ്ഞു. സൗബിൻ സാറിനും നവ്യ ചേച്ചിക്കും വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ടാണ് ചെയ്തത്. ഞങ്ങൾ അന്ന് രാത്രി കൊറിയോ ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ പോയി പെർഫോം ചെയ്തു. അവരെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ അവർ വരുമെന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ വന്നു, ഞങ്ങളോട് ജോയിൻ ചെയ്തു, ഞങ്ങളോട് കളിച്ചു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. മെയിൻ പ്രയോറിറ്റി ഡാൻസ് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റീൽസ് ചെയ്യുന്നല്ലാതെ അതിലപ്പുറം ഇല്ല. സിനിമയിലേക്ക് വിളിച്ചാൽ പോവോ? ഒരു ചാൻസ് കിട്ടിയാ? അത് ആർക്കായാലും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അഥവാ എന്നെ കൊണ്ട് പറ്റാവുന്നാണെങ്കിൽ. നവ്യ ചേച്ചിയുടെ കൂടെ ആണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരിക്കും. എന്തോ അങ്ങനെ വെച്ചാൽ ഭയങ്കര ഹൊറർ മൂവീസ്, ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ്. കല്യാണരാമൻ. അയ്യോ അങ്ങനെ അത്രയ്ക്കൊന്നും എനിക്ക് ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആ ഒരു ഡയലോഗാണ്. ഈ കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷം? എനിക്ക് ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ശരിക്കും നേരിട്ട് കാണുമ്പം സൈഡിൽ നോക്കുമ്പോഴല്ലേ നവ്യ ചേച്ചിയുടെ ചായ ഒന്ന് സൈഡാകും? സൈഡിലോട്ട് ഈ സൈഡാണോ എനിക്ക് തോന്നുന്നത്? ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു.